So let's see the first example problem in the analysis using three-moment equation. Analyze the continuous beam ABC shown in this figure using three-moment equation and draw the bending moment diagram. Flexural rigidity EI is a constant throughout. So this is our question diagram. A load of 40 kilonewton per meter is acting throughout the beam. So the beam is having two spans AB and BC, and AB is 6 meter and BC is 8 meter, and the flexural rigidity EI is constant. So now we have to apply three moment equation for this beam, but before that we need to have the free moment diagram of the beam. So I told you already how to draw the free moment diagram. Each span should be considered as a separate simply supported beam, and free moment diagram can be drawn. For example, this span AB, if it was a simply supported beam separately, how the bending moment diagram for that beam will be, that is this area A1. And if this beam BC, if this span BC was separately a simply supported beam, how the bending moment will be for this span BC, that represents this area A2. ഇപ്പോൾ ഫ്രീ മൊമെന്റ് ഡയഗ്രം നമ്മൾ വരക്കാൻ വേണ്ടി ഓരോ സ്പാനും സെപ്പറേറ്റ്ലി ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരക്കേണ്ടത്. അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്സ് മാത്രം അപ്പോൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ എൻറ്റയർ സ്പാൻ ഇസ് ലോഡഡ് വിത്ത് എ UDL ഓഫ് 40 kilonewton per meter. ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ, അതായത് ഈ ഒരു ബീമിൻ്റെ ഫ്രീ മൊമെന്റ് ഡയഗ്രാം ആണ് വരക്കേണ്ടത്. അപ്പം AB എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ആയിരുന്നെങ്കിൽ അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ലോഡ് 40 ത്രൂ ഔട്ട് ദ സ്പാൻ ഇസ് ഹാവിങ് എ ലോഡ് ഓഫ് UDL ഓഫ് 40 kilonewton per meter ആൻഡ് അതിൻ്റെ സ്പാൻ 6 meter ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഫ്രീ മൊമെന്റ് ഡയഗ്രാം ഇവിടെ 180 എന്ന് പറയുന്ന മാക്സിമം എൻഡിലുള്ള സെൻറ്ററിലുള്ള മിഡ് സ്പാനിലുള്ള മാക്സിമം വാല്യൂ 180 എന്നെങ്ങനെയാണ് ഇവിടെ മാർക്ക് ചെയ്ത് വരച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ BC എന്ന് പറയുന്ന സ്പാൻ അതൊരു സെപ്പറേറ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരുന്നെങ്കിൽ അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് ഈ കാണുന്നത്. അതിൻ്റെ സെൻറ്ററിലുള്ളത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് 320 വെൻ UDL of 40 kilonewton per meter is acting on a beam BC of span 8 meter. We know that when a UDL is acting on a beam throughout, the bending moment diagram is a parabola. അത് തന്നെയാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. പരാബോള ആയിരിക്കണം UDL ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പം നമ്മുടെ free moment diagram for span AB is a parabola with maximum ordinate at midspan WL square by 8. നമുക്കറിയാം UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL ആക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു പരാബോളയാണ്. ആൻഡ് അതിൻ്റെ മിഡ് സ്പാനിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുക. ആൻഡ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് WL square by 8 ആണ്. ഈ WL square by 8 എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പോലെ ഒരു ബീം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അതിനെ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് അങ്ങനെ ചെയ്യണം എന്നില്ല. അല്ലാണ്ട് തന്നെ നമുക്കറിയാം WL square by 8 എന്നുള്ള ആണ് സെൻറ്ററിൽ മിഡ് സ്പാനിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് AB ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് എടുത്ത് അതിൻ്റെ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ മിഡ് സ്പാനിലേക്കുള്ള ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ ആണ് വരിക 180 kilonewton meter. അതല്ലാണ്ട് തന്നെ നമുക്ക് WL square by 8 ആണ് നമ്മുടെ മിഡ് സ്പാനിലുള്ള മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. സോ ഹിയർ W is 40, L
is the span of AB is 6 meter. So WL square by 8 is 180 kilonewton meter. Similarly, we can calculate for the span BC. So the span on the span BC also, the load acting, the UDL acting on BC is also 40 kilonewton per meter UDL. So it is again a free moment diagram is also again a parabola with the maximum ordinate at midspan WL square by 8. So W is 40, L is 8 meter ആണ് BC ന്റെ span എന്ന് പറയുന്നത്. So WL square by 8 is equal to 320 kilonewton meter. So this is our free moment diagram. Midspan അതിന്റെ maximum ordinate bending moment diagram maximum ordinate എന്ന് പറയുന്നത് 180 ആണ്. So mark it as 180. Again for span BC it is 320. So രണ്ട് areas മാർക്ക് ചെയ്യുക, അതിന്റെ maximum ordinates മാർക്ക് ചെയ്യുക, നമ്മുടെ free moment diagram ready ആണ്. So now we need to have these areas A1 and A2. ഈ രണ്ട് പാരാബോളേഴ്സിൻ്റെയും ഏരിയാസ് A1 A2 എന്ന് പറയുന്ന ഏരിയാസ് നമുക്ക് വേണം. പിന്നെ അതുപോലെ വേറെ എന്തായിരുന്നു നമുക്ക് വേണ്ടത്, നമ്മുടെ ത്രീ മൊമെന്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഓഫ് ഏരിയ A1 ഫ്രം സപ്പോർട്ട് A ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഓഫ് ഏരിയ A2 ഫ്രം സപ്പോർട്ട് C. ഈ രണ്ട് കാര്യങ്ങൾ A1 സ്മോൾ A1 ആൻഡ് സ്മോൾ A2 ഇത് രണ്ടുമാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്. സോ ഇത് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ സ്മോൾ A1 സ്മോൾ A2 എന്ന് പറയുന്നത് ഹാഫ് മിഡ് സ്പാനിൽ തന്നെയാണെന്ന് നമുക്കറിയാം. സോ A1 is equal to 3 meter ആൻഡ് സ്മോൾ A2 is equal to 4 meter. കാരണം നമുക്കറിയാം ഇതൊരു സിമെട്രിക് പാരാബോള ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മിഡ് സ്പാനിലാണ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് വരിക എന്നുള്ളത്. സോ small A1, that is the distance of centroid of area A1 from support A is equal to 6/2 3 meter. അതേപോലെ നമ്മുടെ സ്പാൻ ബി സിൻ്റെ കേസിൽ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഓഫ് ഏരിയ A2 ഫ്രം ദ സപ്പോർട്ട് C is equal to 8/2 4 meter small A2. അപ്പോൾ സ്മോൾ A1 സ്മോൾ A2 ഇത് രണ്ടും നമുക്കറിയാം. ഇനി ആ പാരാബോളാസിൻ്റെ ഏരിയാസും കൂടെ നമുക്കറിയണം. സോ ഇനി പാരാബോളാസിൻ്റെ ഏരിയാസ് നമുക്ക് നോക്കാം. ഹൗ ടു കാൽക്കുലേറ്റ് ദ ഏരിയാസ് ഓഫ് ദ പാരാബോളാസ് A1 ആൻഡ് A2. സോ A1 is equal to area A1 is equal to 2/3 into maximum ordinate into span. That is how we calculate the area of the parabola. So A1 is equal to 2/3 into 180 into 6 which is equal to 720 and small A1 നമ്മുടെ centroidal distance is equal to 3 meter and similarly the area of second parabola span BC യിലുള്ള area എന്ന് പറയുന്നത് A2 is equal to 2/3 of 320 into 8. 320 is the maximum ordinate and L is the span of BC. അപ്പം ഏരിയ കാൽക്കുലേഷൻ സിമ്പിൾ ആണ്. 2/3 ഇൻറ്റു മാക്സിമം ഓർഡിനേറ്റ് ഇൻറ്റു സ്പാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. അതുപോലെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസസും നമുക്കറിയാം. സിമെട്രിക് പാരാബോള ആയത് കാരണം സെൻറ്ററിലാണ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് വരിക. സോ ഇനി നമ്മൾ എന്താണ് വേണ്ടത്, നമ്മുടെ ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ത്രീ മൊമെൻറ്റ് ഇക്വേഷനിൽ നമ്മൾ ഇത്രയും നേരം കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ വി നോ ദാറ്റ് I1 is equal to I2, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒക്കെ സെയിം ആണ്. ത്രൂ ഔട്ട് ദ സ്പാൻ ഇറ്റ് ഇസ് കോൺസ്റ്റന്റ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. സോ I1 I2 is equal to I HA HC. എന്തായിരുന്നു HA and എന്തായിരുന്നു HC? HA എന്ന് പറയുന്നത് സപ്പോർട്ട് എന്റെ സെറ്റിൽമെന്റും HC എന്ന് പറയുന്നത് സപ്പോർട്ട് സിന്റെ സെറ്റിൽമെന്റും ആയിരുന്നു. സോ ഇവിടെ സെറ്റിൽമെന്റിന്റെ കാര്യമൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സോ HA equal to HC must be equal to 0. സോ ത്രീ മൊമെന്റ് ഇക്വേഷൻ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആവും. അതിൻ്റെ മൈനസ് HA HC വരുന്ന ടേംസ് ഒന്നും ഇല്ല. സോ റൈറ്റ് ദ ത്രീ മൊമെന്റ് ഇക്വേഷൻ ആൻഡ് substitute the values we have calculated now.
Yeah, one more important point. Here we know that in beam ABC, since A and C are simple supports, intermediate support ഒരിക്കലും നമ്മുടെ മൊമെന്റ് സീറോ ആവില്ല. സോ എം ബി cannot be equal to സീറോ. നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുത്തു കഴിഞ്ഞാൽ രണ്ട് എൻഡിലുള്ള മൊമെന്റ്സ് സീറോ എന്ന് നമ്മൾ എടുക്കാറുണ്ട് അല്ലേ. During analysis we take the moments at the ends of a end moments of simply supported beam to be zero. പക്ഷേ ഇന്റർമീഡിയറ്റിൽ ഒരു കണ്ടിന്യൂസ് ബീമിന്റെ നടുവിലൊരു ഹിഞ്ച് വന്നു കഴിഞ്ഞാൽ മൊമെന്റ് at that point will not be equal to 0. So here MB is not equal to 0, but MA equal to MC is equal to 0. So here in our three moment equation we can substitute our MA and MC to be equal to 0, and the three moment equation reduces to, you can see here, these two MA and MC will not be there. So now everything, all the values we have, 2 MB into L1 plus L2 is equal to, MB value we have to calculate, L1 is equal to 6 meter, L2 is equal to 8 meter, equal to minus 6A1 A1. We have already calculated A1 and small a1. We know the value of L1, minus 6A2 A2 by L2. In that we know the values of capital A1, small a1 and L2. So now here we get the value of MB. So the problem is complete, but now we have to draw the bending moment diagram, actual bending moment diagram for this continuous beam ABC. നമ്മൾ ഫ്രീ മൊമെന്റ് ഡയഗ്രാം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ നമ്മുടെ ബിയിലുള്ള മൊമെന്റ് സീറോ ആണ്. എന്തുകൊണ്ടാ? നമ്മൾ എൻ മൊമെന്റ് ഡയഗ്രാം വരക്കുന്നത്, സോറി, ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരക്കുന്നത് ഓരോ സ്പാനും സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് എടുത്തുകൊണ്ടാണ്. ഇനി നമ്മൾ ഈ ബീമിന്റെ ആക്ച്വൽ bending moment diagram we have to draw. Now we have calculated the actual moment at support B. So let's see how to draw the bending moment, actual bending moment of this beam ABC. And you can also note that the value of MB is negative. Moment MB negative ആണ്, minus 260 kilonewton meter ആണ് MB ന്റെ value എന്ന് പറയുന്നത്. So here you can see the bending moment diagram of our beam ABC. N moment ഡയഗ്രത്തിന്റെ കൂടെ നമ്മൾ ക്ലബ് ചെയ്യാണ് നമ്മുടെ മൊമെന്റ് MB ന്റെ വാല്യൂ കൂടെ, സോറി, ഫ്രീ മൊമെന്റ് ഡയഗ്രാം അതിന്റെ കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് വരക്കാണ് നമ്മുടെ മൊമെന്റ് MB, അതിന്റെ വാല്യൂ ഇറ്റ് ഇസ് minus 260. നമ്മുടെ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിലെ മൊമെന്റ് വാല്യൂസ് പോസിറ്റീവ് ആയിരുന്നു, 180 and 320 at the mid spans of AB and BC. അത് അങ്ങനെ തന്നെ വരക്കുക. Along with that, draw the moment at B, and this is the final bending moment diagram for the beam ABC.